ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും വീഡിയോ ഇടണോ എന്നിട്ടില്ലേ, ഇപ്പം ഭയങ്കര ഗ്യാപ്പ് വരുന്നല്ലേ വീഡിയോക്ക്. അപ്പോൾ കുറേ ആളെന്നോട് പേഴ്സണൽ വന്ന് ചോദിക്കുന്നത്, എന്ത് വീഡിയോ ഇടാത്ത, വീഡിയോ മതിയാക്കുന്ന പിടിഞ്ഞ അങ്ങനെ എന്തെല്ലോ ചോദിക്കുന്നത്. ഒരിക്കലും പിടിഞ്ഞിട്ടില്ല, ഇപ്പോൾ പിടിഞ്ഞിട്ടാ എടുത്തിട്ട് നമ്മൾ തുടങ്ങിയതല്ല. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷെ നമുക്ക് തിരക്ക് ഓർഡർ അങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേക്കില്ല, നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ആക്കാൻ കഴിയുന്നില്ല എന്നില്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് വെക്കും. അതിന് വോയിസ് കൊടുക്കണ്ടേ? വോയിസ് കൊടുക്കുമ്പോഴൊക്കെ നമുക്കൊരു ടൈം സെറ്റാക്കിയിട്ട് വെക്കണം. ഓരോരുത്തർക്ക് ഞാൻ വിചാരിക്കുന്നത് രാവിലെ തന്നെ കൊടുക്കാമെന്ന് അങ്ങനെ ഇരിക്കുന്നു. ഉറങ്ങിയിട്ട് പുള്ളമാരെല്ലാം എണിക്കുന്നതിന് മുമ്പ് നമ്മളെ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ പാട്. പക്ഷെ ഉറങ്ങിയിട്ട് എണിച്ചാൽ ആ ഒരു വോയിസ് കേൾക്കുമ്പോൾ ഒരു ബുറു അങ്ങനത്തെ ഒരു വോയിസാണ്. അല്ലെങ്കിൽ എൻ്റെ വോയിസ് ഒരു മാതിരി. അപ്പോൾ ആ ഉറങ്ങിയിട്ട് എണിച്ചാൽ പാടാകുമ്പോൾ ഒരു വേറെ തന്നെ. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട ഉച്ചക്ക് എടുക്കാം, ഉച്ചക്ക് വോയിസ് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നത്. ഉച്ചക്കാകുമ്പോൾ വേറെ ഓർഡർ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് പെൻഡിങ് വരുന്നതാണ്. അപ്പോൾ ഇനി നോക്കണോ, ഒരു കറക്റ്റ് ഒരു ടൈം വെക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതും പറ്റുന്നില്ല. നോക്കട്ടെ, പക്ഷേ അത് ഇങ്ങനെ പോട്ടില്ലേ, ഇടയിൽ കഴിയുന്നെങ്കിൽ ഡെയിലി ഇടാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടിട്ട സംഭവം തന്നെയാണ് നിങ്ങൾ കാണുന്നതെല്ലാം. അപ്പോൾ പിന്നെ നമ്മൾ ഷോർട്സും ഇടുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലും ഇടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സംഭവം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരാൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഇട്ടും കാണുന്നില്ല, കിട്ടുന്നില്ല എന്നല്ലോ. അത് വീഡിയോ നമ്മളിപ്പോൾ ലേറ്റായിട്ട് ഇടുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു, അറിയില്ല സംഭവം കറക്റ്റ് എങ്ങനെയാന്ന്. വീണ്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കവേ, എന്ത് കഥയെന്നറിയില്ല എനിക്ക്. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം നമുക്ക് ഇതിപ്പോൾ ഞാൻ 2-3-4 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് ചെയ്തതാണ്. ഓരോ ദിവസത്തെ ഓരോരോ ഓർഡറും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. അങ്ങനെ അപ്പോൾ കുറേ ആൾക്ക് കുറേ ഡൗട്ട് ഉണ്ട്. ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഷോർട്സും ഇൻസ്റ്റയിലും ഇടുന്ന കൊണ്ട് തന്നെ കുറേ സബ്സ്ക്രൈബേഴ്സെല്ലാം കൂടിയിട്ടുണ്ട് മാഷാഅല്ലാ. അപ്പോൾ പുതിയ ആൾക്കാരല്ലേ, പുതിയ ആൾക്കാർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെ ഇത് തുടങ്ങിയത്, എങ്ങനെ സ്റ്റാർട്ടായത്, നിങ്ങളെ സ്ഥലം എവിടെ, നിങ്ങൾക്ക് മക്കത്ര, നിങ്ങളെ പുരയുടെ ഏടെ കാസർഗോഡ് എവിടെ, കുമ്പളെല്ലാം എവിടെ എന്നുള്ളത് കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെല്ലാം ഒരിക്കൽ റിപ്ലൈ കൊടുക്കലും ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുളിവാളത്തിൻ്റെ ഇടുമ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, റെസിപ്പി കാണിക്കുമോ, വീഡിയോ ചെയ്യുമോ, പുളിവാളത്തിന് എത്ര കൊടുക്കലെന്ന്. ഞാൻ 12 ഞാൻ ഒരു പുളിവാളത്തിന് 12 രൂപ കൊടുക്കലാണ്. അപ്പോൾ പുളിവാള ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പച്ചരിയും തേങ്ങയും ചോറ് മുട്ട ഉപ്പ് ഇത്ര ഐറ്റംസാണ് വേണ്ടിയത്. അപ്പോൾ നമ്മൾ എത്ര പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണെങ്കിൽ തന്നെ ചോറ് എടുക്കാം. എത്ര ചോറിട്ടെങ്കിൽ പ്രശ്നമില്ല, കട്ടിയാണോ എന്ന് മാത്രം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ടോ എന്ന് തന്നെ ഞാൻ 2 മിക്സിയിലായിട്ടാണ് അരിച്ചെടുക്കുന്നത്. അങ്ങനെ അരിച്ചിട്ട് അതിന് ശേഷം നല്ല കട്ടിയിൽ തന്നെ അരക്കണോ. അപ്പോൾ ഇടിയപ്പം ഞാൻ ചൂടുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പിന്നെ ഇടിയപ്പത്തിൻ്റെ ഉരുള് മാത്രമല്ല കാണിക്കുന്നത്, തിരിക്കുന്നതാണെന്നില്ലല്ലോ ഒന്ന്. അതിങ്ങനെ നിലത്തിങ്ങനെ ഇരുന്നിട്ടല്ല തിരിക്കുന്നത്, ഞാൻ കാട്ടുന്നല്ല. ഒരു കാണുമ്പോൾ ഒരു എന്തോ ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ആ പുളിവാളത്തിലേക്ക് വരാം. പുളിവാളം നല്ല കട്ടിയിൽ നല്ല അരിച്ചിട്ടായിട്ടില്ലേ, നമ്മളെ കൈയോട് ഇങ്ങനെ ഒരു ബാറ്റർ എടുത്തിട്ട് നീളത്തിൽ കൂട്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് ആ കൂട്ടുന്നതിൽ തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാമല്ലോ എല്ലാവർക്കും. ഫസ്റ്റ് ടൈം അല്ല ചൂടുമ്പോൾക്ക് 4-5 വട്ടം ഇങ്ങനെ ട്രൈ ആക്കിയിട്ട് നമുക്ക് അന്നത് സെറ്റായിക്കൊണ്ട് വരുന്നത്. നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്ക്, അപ്പോൾ സെറ്റാവും. അപ്പോൾ നല്ല പാങ്ങല സാധനം എല്ലാം ഇട്ടിട്ടായിട്ടില്ല, നല്ല പാങ്ങല അരിഞ്ഞങ്ങ് മതി. അപ്പോൾ ആ നീളത്തിൽ ബെലിഞ്ഞങ്ങ് പുളിവാളം സെറ്റാവും. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് ഏത് അരിയിൽ ഇറക്കേണ്ടത്. പച്ചരിയിൽ തന്നെ, പുളിവാളവും പച്ചരിയിൽ തന്നെ ഇറക്കേണ്ടത്. നല്ല മുട്ടയും തേങ്ങയും ചോറും എല്ലാം ഇട്ടങ്ങ് നല്ല ടേസ്റ്റ് ആവും. അതിനിങ്ങനെ കണക്കുന്നില്ല, എല്ലാം കൂടുതൽ തന്നെ ഇടും എല്ലാ സാധനവും. അപ്പോൾ പുളിവാളം ടേസ്റ്റായി. വെള്ളമാവാണ്ട് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇടിയപ്പത്തിന് എത്ര കൊടുക്കുന്നില്ല, ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്. ഇടിയപ്പത്തിന് 20 ഞാൻ കൊടുക്കൽ. ഇടിയപ്പം 20, പുളിവാളം 12. ഓക്കെ. അപ്പോൾ ഒരാൾ ചീരണിക്ക് ബിരുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ സെറ്റ് തന്നെ ഫുള്ള് കൊണ്ടുവന്ന് ബിരിയാണിയും സംഭവങ്ങളെല്ലാം, ഓരോരാൾ അപ്പങ്ങൾ മാത്രം കൊണ്ടുവന്ന്, ഓരോരാൾ പുഡിങ് മാത്രം കൊണ്ടുവന്ന്, ഓരോരാൾ ഇഷ്ടമല്ലേ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസമായിട്ട് വേറെ ഇടിയപ്പവും പാല്, പിന്നെ ഇടിയപ്പവും പുളിവാളം വെറും പുളിവാളം അങ്ങനെ എല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾ ആ കറുത്തൊരു സുന്ദരി ചീഞ്ചട്ടിയില്ല, അതിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കോട്ടിങ് പോയതാണ്. കോട്ടിങ് പോയതല്ല, അത് അലൂമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയാണ്. അത് വെച്ചിട്ട് അതിൻ്റെ കളറ് അത് ശരിക്കും എന്നെ പോലെ അതിനറിഞ്ഞാൽ കറുത്തിട്ട്. പക്ഷെ അതില്ലേ നല്ല ടേസ്റ്റാണ്. അതിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു ആക്കിയിട്ടില്ല, അതൊരു നല്ല ഒരു ഇഷ്ടപ്പെട്ടൊരു ചട്ടി അതിന്. അതുകൊണ്ട് തന്നെ അതിനെ കളയാൻ മനസ്സേ വരുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ വേസ്റ്റ് ചാടിയിട്ട് പുതിയ പാത്രങ്ങളും കിച്ചൺ തന്നെ പുതിയതാക്കിന്. പക്ഷെ ആ പഴയ ചീന ചട്ടീനെ ഭയങ്കര മിസ്സാണ്. അതിനെ ചാടാൻ മനസ്സിരുന്നില്ല ഞാൻ ചാടിയെങ്കിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഒരു ബിരുന്നിൻ്റെ ഓർഡർ അതിനുണ്ട്. അതിനകത്ത് മന്തി,
പിന്നെ ഫുള്ള് സെറ്റാഞ്ഞതുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ദിവസം ഇത്ര അല്ല, ഇതൊരു ദിവസത്തല്ല, ഒരു ഏകദേശം ഒരാഴ്ചൻ്റെ വീഡിയോ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് എടുക്കുന്ന ആരും അൽപ്പിനുണ്ട്. അൽപ്പിന് കുറേ ആളുണ്ട്, 4 ആളുണ്ട്. ഒരു ചേച്ചിയുണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചിയുണ്ട്, പിന്നെ ബാബി, ഉമ്മ ഉണ്ട്, അനിയൻ്റെ ഓളുണ്ട്, ഞാനുണ്ട്. നമ്മളെല്ലാവരും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഒന്നിച്ചിട്ടല്ല, ഓരപ്പുറത്ത് ഇപ്പുറത്തെ പുരയിൽ നമ്മളടുത്ത് തന്നെയാണ്, മുറ്റത്ത് തന്നെ തറവാട്, ഇപ്പുറത്ത് ഇച്ചാൻ്റെ പേരെ, ഇപ്പുറത്തെ എൻ്റെ പേരെ, അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കുക, പോർ വരും, അങ്ങനെ. പിന്നെന്ത് ചോദിച്ചാൽ കുറേ എന്തെല്ലോ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഒരാൾ. പിന്നെ റെസിപ്പി വീഡിയോസ് തന്നെ സെൻഡ് ആക്കുമെന്നല്ല ചോദിക്കുന്നുണ്ട്. റെസിപ്പി വീഡിയോ ഇടാം, അതിങ്ങനെ ഇടാൻ കഴിയുന്നില്ല, എന്തെങ്കിലും നമുക്ക് വേറെ എന്തെല്ലോ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇടയിലിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താ പറയുക, നമുക്ക് ഫംഗ്ഷൻ ഉണ്ടായി, നമ്മളളപ്പാൻ്റെ ഒരു മൊയിലോതുണ്ടായി, അതിനും പോയിട്ടാകുമ്പോൾ അടുത്തെല്ലാ കഥകളാണ്. ഞാൻ അവിടെ പോകുന്നെങ്കിൽ അത് ലേറ്റ് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും ലേറ്റ്. അപ്പോൾ നെയ്ച്ചോറ്, ബീഫ് കറി, മറ്റെന്ത് ദാള്, പിന്നെ അച്ചാറ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായി. പിന്നെ ഫുഡിനോട് നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് പ്രശ്നമില്ല, ലേറ്റ് ആയെങ്കിലും വലിയ സംഗതിയില്ല, വിളിച്ചതിന് പോകണം അത്ര തന്നെ. അങ്ങനെ നമ്മൾ ഒരു ചായ എല്ലാം കുടിച്ചു, ചോറും ബീച്ചു, ചായ കുടിച്ചു, പിന്നെ കുറച്ച് ബിസിയാക്കി ചിരിയും കളിയെല്ലാം ആക്കിയിട്ട് പിന്നെ നമ്മൾ മൊഗ്രാലപ്പാൻ്റെ മാമാൻ്റെ നമ്മളെല്ലാ ഫാമിലി മൊഗ്രാൽ തന്നെയാണ് അധികം. എത്തിയെങ്കിൽ നമ്മളെ മൊഗ്രാൽ നമ്മൾ പെരക്ക് പോയില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഉമ്മാനെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ പോയിട്ടാകുമ്പോഴേക്ക് പെരക്കും പോയിട്ടുണ്ടായി. പെരക്ക് പോയിട്ട് അവിടെ എല്ലാം ബിസിയാക്കിയിട്ട് അതിന് ശേഷം രാത്രി വന്നതാണ് നമ്മളെ എൻ്റെ പേർക്ക്. അപ്പോൾ ഉമ്മാൻ്റെ പുരയുടെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് മൊഗ്രാലിലാണ് റഹ്മത്ത് നഗർ മുമ്പ് നമ്മൾ പരിപാടിണ്ടായിന്, ഇപ്പോൾ മൊഗ്രാൽ. അങ്ങനെ എന്നിട്ടായിട്ട് നമ്മൾ നേരെ പെരക്ക് വന്നതില്ലേ. പെരക്ക് വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ബിസിയാക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ള ഫാമിലി എല്ലാം വരുന്നത് ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിനോളെ, ആങ്ങളെയും ഓളും ഓറെല്ലാം അങ്ങനെ വന്നിട്ടായിട്ട് നമ്മളെല്ലാം കുറേ നേരം ബിസിയാക്കിയിട്ടായിട്ടില്ലേ നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്. അവർ മജന്നെ. അപ്പോൾ നമ്മളെല്ലാവരും ഓറും മഷാല അങ്ങനെ നമ്മളെ പോലെ തന്നെ ഒരു ഭയങ്കര ബിസിയത്തിനെല്ലാം ഭയങ്കര നമ്മളോട് മഷാല്ല നല്ലൊരു ഫ്രണ്ടിനെ പോലെ നല്ല പാടുണ്ട്. അങ്ങനെ എല്ലാം ബിസിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കുറേ ചോക്ലേറ്റും ബദാമും പിസ്തയും മറ്റേ ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഓർ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുളിവാളത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിച്ചോ. നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കണ്ട, പ്ലീസ് കമൻറ്റിൽ തന്നെ ചോദിച്ചോ, ഞാൻ റിപ്ലൈ ആക്കാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.